വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ലെമൺ, അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു പട്ട, ഒരു ചെറിയ പീസ്, കാരണം നമുക്ക് ചിക്കൻ ഒരു ഹാഫ് kg അല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള മതിയെ. പിന്നെ വേണ്ട ഒരു 3-4 ഗ്രാമ്പു, ഒരു 6 വറ്റൽമുളക്. ഇത് എരിവുള്ള വറ്റൽമുളകാണ് കേട്ടോ, മറ്റേ കാശ്മീരി ചില്ലിയുടെ അല്ല. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ആദ്യം നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചേക്കുന്നതാണ്. അതിനകത്തോട്ട് ഈ ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ്, ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ ഒരു ലെമണിൻ്റെ ആ ഒരു പുളിയും ഒക്കെ എല്ലായിടവും ഒന്ന് ആകണേ. ഇത് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. നമുക്കിപ്പം തലേന്ന് വേണമെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ പിറ്റേന്നാവുമ്പോഴത്തേന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ചിക്കൻ വേവാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും പൊളിക്കാതെ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഈ ചിക്കനിൽ ഈ ഉപ്പും നാരങ്ങ നീരും എല്ലാം കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണ്ടേ നമുക്ക്. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. നമുക്ക് ഉപ്പൊക്കെ നോക്കിക്കോണം. നമുക്ക് ഒരുപാട് ഗ്രേവി ഇല്ലാതെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം ഗീ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ക്യാരറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു സൈഡ് ഡിഷായത് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കും. അതിനുശേഷം നമുക്ക് മറ്റേ പൊടികളുണ്ടല്ലോ, നമ്മൾ ക്രഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന മുളക് പൊടി, കുരുമുളക്, അങ്ങനെയുള്ള ആ പൊടികളെല്ലാം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഇതുപോലെ തരിതരിപ്പായിട്ട് ഇങ്ങനെ പൊടിച്ചാൽ മതി, ഒരുപാട് പൊടിഞ്ഞു പോകരുതേ. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇത് ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്കായിട്ടേ ഞാൻ ഈ പൊടികൾ ചേർക്കത്തുള്ളേ. നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുവേ. എന്നിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പൊടികളില്ലേ, അത് ഇതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയേക്കണേ. ഇത് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ക്യാരറ്റ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അതിൻ്റെ ഒക്കെ കൂടെ ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ് ഇഷ്ടമെങ്കിൽ ഇതൊക്കെ അതിൻ്റെ കൂടെ പൊക്കോളും കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 25-30 മിനിറ്റിനകം നമുക്ക് ഈ ചിക്കന് റെഡിയാകും. നമ്മുടെ ചിക്കൻ ഇവിടെ തുറന്ന് നോക്കാവേ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ തീ അങ്ങ് സിമ്മിലോട്ട് വെച്ച് കൊടുത്തേക്കണേ. ഇതേപോലെ ഈ രീതിയിൽ തന്നെ നമുക്ക് ബീഫും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അധികം ഈ ഗ്രേവിയും അല്ലെങ്കിൽ ഒരുപാട് ഈ മല്ലിപ്പൊടി, മുളക് പൊടി അതൊന്നും ഇടാതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഉള്ളി പൊളിക്കുകയോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാ. എന്നിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് വരണം. ഇത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണേ. ഇപ്പം ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് അത് സിമ്മിലിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ ഗീ റൈസിൻ്റെയും ചോറ്, ചപ്പാത്തി, ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകും കേട്ടോ. ഒരുപാട് ഈ ഗ്രേവി ഒന്നും താല്പര്യമില്ലാത്ത, എനിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഗ്രേവിയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണേ. അപ്പോൾ അതുപോലെ ഗ്രേവി ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് വളരെ അധികം ഇഷ്ടപ്പെടും കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി ഒരു 5-6 മിനിറ്റ് നമ്മൾ ഈ ചെറു തീയിൽ ചെറിയ സിമ്മിലിട്ടേക്കണേ. എന്നിട്ട് അത് അങ്ങനെ കിടന്ന് ഒന്നും മുരിഞ്ഞു വരണം. ഒരു 4-5 മിനിറ്റ് മുരിഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് റെഡിയായി. ഇതൊക്കെ നന്നായിട്ട് ഇപ്പം കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചാനലിലുണ്ടല്ലോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെജും നോൺ വെജും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് ഒന്ന് സെർച്ച് ചെയ്തൊന്ന് കാണണേ, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻസ് ഒക്കെ എനിക്ക് ഒരുപാട് പ്രഷ്യസ് ആ കേട്ടോ. അപ്പൊ ഇനി ഇത് ഇങ്ങനെ കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മുരിഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, കാരണം 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണമല്ലോ.
നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയി ഞാനിത് ഇട്ടിങ്ങനെ ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ മുരിച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. അതായത് നമ്മളത് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ ആ ഒരു എണ്ണയ്ക്കകത്ത് ഇതിനകത്ത് അധികം എണ്ണയും ഒഴിച്ചിട്ടില്ല, ഒരു 1.25 ടേബിൾ സ്പൂൺ. അതിനപ്പുറം ഞാൻ എണ്ണയും ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ ഒരുപാട് എണ്ണയൊന്നും അധികം കഴിക്കേണ്ടാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അധികം എണ്ണയും ആകില്ല കേട്ടോ. ഏറ്റവും അവസാനം നമ്മളൊരു സ്വല്പം എണ്ണ ഒഴിച്ച് ഒന്ന് മുരിച്ചെടുത്താൽ മതിയല്ലോ. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാവേ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ. നിങ്ങൾ ഒരുപാട് കിടന്ന് ഉള്ളി പൊളിക്കുകയോ അല്ലെങ്കിൽ അത് അരിയാനോ ഒന്നും നമുക്ക് സമയം വേണ്ട. വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും പൊളിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇത് ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിന്റെയും ചപ്പാത്തിയുടെയും അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ കൂടെ, ഒരുപാട് ഗ്രേവി ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒക്കെ ഇടിയപ്പത്തിന്റെ കൂടെ എല്ലാം പോക്കോളും കേട്ടോ. ഗീ റൈസ് അല്ലെങ്കിൽ ക്യാരറ്റ് റൈസ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കും. ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് വേണേൽ നമുക്ക് ഉപയോഗിക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചില്ലി ചിക്കൻ ഒക്കെ ആണെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നല്ല ഫ്രൈ ചില്ലി ചിക്കൻ തരാൻ പറയത്തില്ലേ. അപ്പൊ അങ്ങനെ ട്രൈ ഐറ്റം ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെയും എല്ലാം പോകും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്